ഞാൻ വന്നിട്ടുള്ളത് ഫൂൽ മദാമാസ് അല്ലെങ്കിൽ അറബിക് ഫൂലിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതൊരു ക്യാനിലാണ് ഈ ഫൂൽ വരുന്നത്. ഇതൊരു ബീൻസ് ആണ്. ഈ ക്യാനിൽ വരുന്നത് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടാണ് വരുന്നത്. കുക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫാവ ബീൻസ് ആണ്. അപ്പോൾ ഇതൊരു അറബിക് അല്ലെങ്കിൽ ഒരു ലെബനീസ് ഡിഷാണ്. അപ്പോൾ നമുക്ക് ഈ ഫൂൽ എങ്ങനെ കഴിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഫൂൽ വെച്ചിട്ട് ഒരു അടിപൊളി മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം. അറബ്സൊക്കെ ഒലീവ് ഓയിൽ വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സാധാ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഒരു സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഫൂല് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ കുബൂസ് റൊട്ടീൻ്റെ ഒക്കെ കൂടെ കഴിക്കാവുന്ന ഒരു മസാലയാണ്. ഈ അറബിക് മസാലയാണ് ഈ ഫൂൽ മദാമാസ്. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴഞ്ഞു വരുന്നുണ്ട്. ഇനി കുറച്ച് സാൾട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഞാനിവിടെ ഒരു ചെറിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അധികം പുളീൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഒരു ചെറിയൊരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തക്കാളിയും അതുപോലെ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് സ്പൈസിന് വേണ്ടിയിട്ട് ഒരു മുളക്, ഒരു ചില്ലി ഞാനിതുപോലെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൂല്. ഇനി ഇതിന്ന് ഈ വെള്ളം മാറ്റിയെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് നമ്മൾ ഈ ഫൂല് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമ്മുടെ സാധാ മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി ചില്ലിയോ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫൂൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൂല്. ഇത് ഒരു തരത്തിൽ നമ്മുടെ ഒരു വൺപയർ പോലത്തെ ഉള്ളൊരു കുറച്ചും കൂടി വലുതായിട്ടുള്ള ഒരു ബീൻസാണ്, ഫാവ ബീൻസാണിത്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ഇതിൻ്റെ ക്യാൻ യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു തവിയോ അല്ലെങ്കിൽ കയ്യിലൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക, എന്നാലേ നന്നായിട്ട് ആ കുറുകി വരുള്ളൂ, അല്ലെങ്കിൽ ആ ഫൂൽ അതുപോലെ കിടക്കും. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് സ്മാഷ് ചെയ്തിട്ടില്ല, കുറച്ച് ഇതിൽ കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം, അതിന് ശേഷം യൂസ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആൾറെഡി കുക്ക്ഡ് ആണ്, ആൾറെഡി വേവിച്ച ഒരു പയറാണിത്. അപ്പോൾ അധികം നേരം കുക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആൾറെഡി ഇതിൽ കുറച്ച് സാൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഫൂല് നന്നായിട്ടൊന്ന് കുത്തി ഉടക്കണം, നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം, എന്നാലേ ആ ഒരു കൺസിസ്റ്റൻസി വരുള്ളൂ. അപ്പോൾ ഇനി ഇതൊരു ജസ്റ്റ് ഒരു 3 to 5 മിനിറ്റ്സ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ച് കറി ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആവും. അല്ലെങ്കിൽ ലാസ്റ്റ് ജസ്റ്റ് മല്ലിയില വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആവും. അപ്പോൾ നമ്മുടെ ഫൂൽ മദാമാസ് അല്ലെങ്കിൽ അറബിക് ഫൂൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാല നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ കുബൂസിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കൂടുതൽ റെസിപ്പീസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്.